Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷം ആരംഭിക്കുന്ന ഇപ്രകാരമാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ദൈവമാകുന്ന വചനത്തെ നമ്മളിപ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ ഹൃദയപൂർവ്വം സ്വീകരിക്കാനായിട്ട് ദൈവം ക്ഷണിക്കുകയാണ്. ഇന്ന് നമ്മളുമായി വചനം പങ്കുവെക്കുന്നത് ജോജി ചോക്കാട്ട് കട്ടപ്പന. കഴിഞ്ഞ 17 വർഷക്കാലമായിട്ട് അതിശക്തമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിലെ ശക്തമായ ഒരു ഉപകരണമാണ് ജോജി. അനേക വേദികളിൽ അനേക ജീവിതങ്ങളിലേക്ക് ക്രിസ്തുവിന് വചനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. കുടുംബജീവിതം നയിക്കുന്നു, ഭാര്യ, 3 കുട്ടികൾ. നമുക്ക് സന്തോഷപൂർവ്വം ഹൃദയപൂർവ്വം ഈ കുടുംബത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനെ പ്രാർത്ഥനാപൂർവ്വം സ്വീകരിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Hallelujah. 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 ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 45-ാം തിരുവചനം. ഉത്ഥിതനായ ഈശോ ശിഷ്യന്മാർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. പ്രിയപ്പെട്ടവരെ, ഈ സമയം, ഈ രാത്രി സ്വർഗത്തിൽ നിന്ന് ദൈവം അരുളി ചെയ്യുന്നത് ഹൃദയം തുറന്ന് സ്വീകരിക്കുവാൻ, ഹൃദയത്തിൽ സ്വന്തമാക്കുവാൻ, അത് ജീവിതത്തിൽ സൗഖ്യത്തിനും അനുഗ്രഹത്തിനും അഭിഷേകത്തിനും കാരണമായി തീരുവാൻ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഉത്ഥിതനായ ഈശോയെ വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം ശിഷ്യരുടെ ഹൃദയത്തെ അങ്ങ് തുറന്നതുപോലെ ഈ രാത്രി ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് തുറക്കണമേ. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ സ്നേഹത്തോടെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹത്തിൻ ചൈതന്യമേ, ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ഓ പരിശുദ്ധാത്മാവേ, കടന്നു വരണേ. ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റേണമേ. ഞങ്ങളായിരിക്കുന്ന ജീവിതാവസ്ഥയിലേക്ക് കടന്നു വരണം. സ്നേഹത്തിൻ ചൈതന്യമേ, ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാന്ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റേണമേ. ഹൃദയം സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. വിശുദ്ധിതൻ ചൈതന്യമേ, ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റേണമേ. പരിശുദ്ധാത്മാവേ, വന്ന് നിറയണേ. വിശുദ്ധിതൻ ചൈതന്യമേ, ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റേണമേ. ദാഹത്തോടെ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. റൂഹായാം ചൈതന്യമേ, ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റേണമേ. പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. എളിമയോടെ ഹൃദയത്തിലും ഉദരത്തിലും വചനത്തെ സ്വീകരിച്ച പരിശുദ്ധ അമ്മേ, ഈ രാത്രി താഴ്മയോടെ അമ്മയോടൊപ്പം ദൈവവചനത്തിനായി കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു.
വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണേ. വചനത്താൽ ഞങ്ങളെ സുഖപ്പെടുത്തണേ. വചനത്താൽ ദൈവഹിതം നിറവേറുന്നവരാക്കാൻ ഞങ്ങളെ തന്നെ രൂപാന്തരപ്പെടുത്തണേ. പരിശുദ്ധ അമ്മയോട്, വിശുദ്ധ ഔസേപ്പ് പിതാവിനോട്, സകല വിശുദ്ധരോടും അലാഹമാരോട്, തിരുസഭയുടെ എല്ലാ കൂട്ടായ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെല്ലാവരും യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ഒറ്റയ്ക്കായിരിക്കാനായിട്ട് നിർബന്ധിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം. ക്വാറന്റൈനിലും ഭവനങ്ങളിലും സമൂഹത്തിൽ നിന്നുമൊക്കെ മാറി ഒറ്റയ്ക്ക് ജീവിക്കുവാനായിട്ട് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുക. ഈ നാളുകളിലൊക്കെ ഒത്തിരിയേറെ വ്യക്തികളോട് സംസാരിക്കുമ്പോൾ അവരെല്ലാം പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ്? ഒറ്റയ്ക്കിരുന്നും മടുത്തു, ഒറ്റയ്ക്കായിപ്പോയി, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, തനിച്ചായി പോയ ഒരു മനുഷ്യൻ്റെ ഹൃദയവേദന ഈ നാളുകളിൽ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കർത്താവിനൊരു നിർബന്ധമുണ്ട്. ഈ ഭൂമിയിൽ മനുഷ്യൻ ഒരു സമയം പോലും തനിച്ചായി പോകരുതെന്ന് കർത്താവിന് നിർബന്ധമുണ്ട്. മനുഷ്യൻ ഒരിക്കലും തനിച്ചാകരുതെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. കർത്താവിന് അതൊരിക്കലും സഹിക്കാൻ പറ്റില്ല, മനുഷ്യൻ തനിച്ചായി പോകുന്നത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം തിരുവചനം പറയുന്നത്, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മൾ ഒരിക്കലും തനിച്ചായി പോകാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും തനിച്ചായാൽ ആ യാത്ര അപകടത്തിലേക്കാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 25 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കാൻ നമുക്ക് കാണാൻ പറ്റും. ഈശോ പറഞ്ഞു വെച്ചു, ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോകുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഈശോ പറയുക. ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്കുള്ള യാത്ര. പ്രിയപ്പെട്ടവരെ, അവർ കൂട്ടത്തോടെ അല്ല യാത്ര ചെയ്യുന്നത്. ആ മനുഷ്യൻ ഒറ്റയ്ക്കാണ്. വലിയൊരു സമൂഹത്തിലല്ല, ഒരു കൂട്ടായ്മയിലല്ല ജെറുസലേമിൽ നിന്ന് ആ മനുഷ്യൻ യാത്ര പുറപ്പെട്ടത്. അവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് തനിച്ച് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ തനിച്ച് യാത്ര ചെയ്തപ്പോഴാണ് വഴിയിൽ വെച്ച് കള്ളന്മാർ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ശ്രദ്ധിക്കണം. അവൻ തനിച്ച് യാത്ര ചെയ്തപ്പോഴാണ് കള്ളന്മാർ അവനെ വഴിയിൽ വെച്ച് ആക്രമിച്ചത്. കള്ളൻ ഈശോ വ്യക്തമായി പറയുന്നില്ലേ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10:10, കള്ളൻ വന്നിരിക്കുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും. അതായത് പിശാചിനെ കുറിച്ചാണ് കർത്താവോട് പറയുക. അതായത് ഒരു മനുഷ്യൻ തനിയെ യാത്ര ചെയ്യുമ്പോൾ അവന്റെ യാത്രയുടെ വഴിയിൽ വെച്ച് ശത്രുവായ പിശാച് നിന്നെ കീഴടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്നേഹമുള്ളവർ, ഇത് ഈശോയ്ക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് കർത്താവ് പറയുക, നീ ഒരിക്കലും തനിച്ചായി പോകരുത്. യുഗാന്ത്യം വരെ എന്നും നിന്റെ കൂടെ ആയിരിക്കുവാൻ ഞാൻ നിന്റെ അരികിലുണ്ട്. സ്നേഹമുള്ളവരെ, നിങ്ങൾ ഒരിക്കലും തനിച്ചാകാൻ ദൈവം സമ്മതിക്കില്ല. പ്രൈസ് ദി ലോർഡ്. സ്വരമുയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ പറ്റും. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തില് അതിൻ്റെ 19-ാം അധ്യായം, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം അതിൻ്റെ 19-ാം അധ്യായം, അവിടെ ഏലിയ പ്രവാചകൻ ബാൽദേവന്മാരുടെ പുരോഹിതന്മാരുമായി ബലിയർപ്പിച്ചതിന് ശേഷം ബാൽദേവന്മാരുടെ പുരോഹിതരെ വധിച്ചു ഏലിയ. ഈ വിവരം ജസബേൽ രാജ്ഞി അറിയുകയാണ്. ജസബേൽ രാജ്ഞി കൽപ്പന കൊടുത്തു, എൻ്റെ പുരോഹിതന്മാരെ വധിച്ച ഏലിയായെ ഞാൻ വധിക്കും. രാജകൽപ്പനയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രാജകൽപ്പന കേട്ടിട്ട് ഏലിയ പ്രവാചകൻ തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി
ഒരു യാത്ര നടത്തുകയാണ്. അതാണ് രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം, അതിൻ്റെ 19-ാം അധ്യായം 1 മുതൽ തിരുവചനം നമ്മളിങ്ങനെ വായിക്കുക. അവിടെ ഇങ്ങനെയാണ് പറയുക: ഏലിയ ചെയ്ത കാര്യങ്ങളും പ്രവാചകന്മാരെ വാളിനിരയാക്കിയ വിവരവും ആഹാബ് ജസബേലിനോട് പറഞ്ഞു. അപ്പോൾ അവൾ ദൂതനെ അയച്ച് ഏലിയായോട് പറഞ്ഞു, നാളെ ഈ നേരത്തിന് മുമ്പ് നിന്റെ ജീവൻ ആ പ്രവാചകന്മാരുടെ ഒരുവനെ പോലെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ അതിലപ്പുറവും എന്നോട് ചെയ്യട്ടെ. അടുത്ത വചനം: ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു. ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു. അവൻ യൂദയായിലെ ബേർഷബായിലെത്തി. അവിടെ വെച്ച് ഭൃത്യനെ വിട്ടുപിരിഞ്ഞു. അവിടെ നിന്ന് അവൻ തനിയെ, സ്നേഹമുള്ളവരെ ശ്രദ്ധിക്കണം, അവിടെ നിന്ന് അവൻ തനിയെ ഒരു ദിവസത്തെ പഴി പിന്നിട്ടു. അതായത് വചനം പറയുകയാണ്, അവൻ യൂദായിലെ ബേർഷബായിലെത്തിയപ്പോൾ ഭൃത്യനെ വിട്ടുപിരിഞ്ഞു. അടുത്ത വാക്കാണ് ശ്രദ്ധിക്കേണ്ടത് സ്നേഹമുള്ളവരെ. അവിടെ നിന്ന് അവൻ തനിയെ, ഏലിയ തനിച്ചായി. ഏലിയ യാത്ര ചെയ്യുകയാണ്. ഒരു ദിവസത്തെ വഴി പിന്നിട്ടപ്പോൾ ഏലിയ ഒരു വാടാമുൾച്ചെടിയുടെ തണലിൽ തളർന്നിരിക്കുന്നു. അതായത് തനിച്ച് ഒരു മനുഷ്യന് അധിക ദൂരം മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഈ ഭൂമിയിൽ കർത്താവിനെ കൂടാതെ ഒരു മനുഷ്യനും തനിച്ച് അധിക ദൂരം മുൻപോട്ട് പോകാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് വചനം പറയുക, ഏലിയ തനിയെ ഒരു ദിവസത്തെ വഴി പിന്നിട്ട് ഒരു വാടാമുൾച്ചെടിയുടെ ചുവട്ടിലിരുന്നു. സ്നേഹമുള്ളവരെ, എന്നിട്ട് ശ്രദ്ധിക്കണം, ഏലിയായുടെ പ്രാർത്ഥന ഇങ്ങനെയാണ്: കർത്താവേ മതി, എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും. ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും പ്രിയപ്പെട്ടവരെ. അതായത് ഏലിയായുടെ വാക്കുകളിൽ ഒരു നിരാശയുണ്ട്. ജീവിതം മടുത്ത ഏലിയായുടെ ഒരു ദീന വിലാപമാണ് ആ വാക്കുകളിലൂടെ കേൾക്കുക. ഏലിയ പറയുകയാണ്, കർത്താവേ മതി, മടുത്തു, എനിക്കിനി ജീവിക്കണം, മരിച്ചാൽ മതി. അതായത് ഒരു മനുഷ്യനെ നിരാശയിലേക്ക് തള്ളിവിടുന്നത് അവൻ തനിച്ചായി പോകുമ്പോഴാണ്. ഞാൻ ഈ ഭൂമിയിൽ തനിച്ചാണെന്നുള്ള ചിന്ത മനുഷ്യനെ നിരാശയിലേക്ക്, ജീവിതം അവസാനിപ്പിക്കാനുള്ള ഒരു ചിന്തയിലേക്ക് മനുഷ്യനെ തള്ളിവിടുന്നതാണ് താൻ ഈ ഭൂമിയിൽ തനിച്ചാണെന്നുള്ള ചിന്ത. ഏലിയ മുൾച്ചെടിയുടെ ചുവട്ടിലിരുന്ന്, വാടാമുൾച്ചെടി ചുവട്ടിലിരുന്ന് മരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. സ്നേഹമുള്ളവരെ, ഈ മരണത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് ജീവിതം മടുത്ത് നിരാശയിലിരിക്കുന്ന ഏലിയായെ ധൈര്യപ്പെടുത്താൻ നമുക്ക് വീണ്ടും വചനം മുൻപോട്ട് വായിക്കുമ്പോൾ കാണാൻ പറ്റും. ഏലിയ തളർന്നു വാടാമുൾച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ ഏലിയയുടെ അരികിൽ വരികയാണ്. ഏലിയായോട് ദൂതൻ പറയുകയാണ്, ഏലിയ എടുത്ത് ഭക്ഷിക്കുക. നമുക്ക് വായിക്കാം വചനത്തിൽ, ചുടുകല്ലിൽ ചുട്ടെടുത്ത ഒരു അപ്പവും ഒരു പാത്രം വെള്ളവും സ്വർഗത്തിൽ നിന്നും ദൈവം ഏലിയായ്ക്ക് ഭക്ഷിക്കാൻ, തളർന്നുപോയി ഏലിയായെ ബലപ്പെടുത്താൻ അപ്പവുമായി സ്വർഗത്തിലെ ദൂതനെ പറഞ്ഞയക്കുകയാണ്. സ്നേഹമുള്ളവരെ, എന്താണ് ഈ സ്വർഗത്തിലെ അപ്പം? ഈശോ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പുതിയ നിയമത്തിൽ ഈശോ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം. അതായത് തളർന്നുപോയ ഏലിയായെ ബലപ്പെടുത്തുവാൻ ദൂതന്റെ കയ്യിൽ ദൈവം കൊടുത്തയച്ച അപ്പം, അത് പുതിയ നിയമത്തിൽ പൂർത്തീകരിക്കുകയാണ്. ഈശോ പറയുകയാണ്, ഞാനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം. സ്നേഹമുള്ളവരെ, അതായത് ജീവന്റെ അപ്പമായ ദൈവം മനുഷ്യനെ ബലപ്പെടുത്താൻ, അവന്റെ നിരാശയിൽ നീ തനിച്ചല്ല, ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞ് അവന്റെ ജീവിതത്തെ കൈപിടിച്ചുയർത്താൻ സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി വരും. സ്നേഹമുള്ളവരെ, വീണ്ടും വചനം വായിക്കുമ്പോൾ കാണാൻ പറ്റും, ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഏലിയ തന്റെ ലക്ഷ്യം ഹോറേബ് മലയിലേക്കുള്ള യാത്ര പൂർത്തിയാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തനിച്ചായി പോകരുത് ഈ ഭൂമിയിൽ. നീ തനിച്ചാണെന്ന് ഒരിക്കലും ഈ ഭൂമിയിൽ പറയരുത്. കാരണം നീ ഈ ഭൂമിയിൽ തനിച്ചാകുന്നത് കർത്താവിന് സഹിക്കാൻ പറ്റില്ല. നമുക്ക് വചനത്തിന് മുമ്പ് വായിച്ചു വരുമ്പോൾ കാണാൻ പറ്റും 18-ാം അധ്യായത്തില്, സ്നേഹമുള്ളവരെ, ഏലിയ വന്നത് എവിടുന്നാണ്? ഏലിയ വന്നത് എവിടുന്നാണ്? കർത്താവിന്റെ ബലിപീഠത്തിൽ നിന്ന് അരികിൽ നിന്നാണ് ഏലിയ വന്നത്. കർത്താവിന് ബലിയർപ്പിച്ചിട്ടാണ് ഏലിയ വന്നത്.
തൻ്റെ ജീവിതം മുഴുവനും സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ച് ദൈവത്തെ ആശ്രയിച്ചിട്ടാണ് ഏലിയ വരുന്നത്. അതായത് ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ, ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ, തൻ്റെ ജീവിതത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഒരിക്കലും തനിച്ചായി പോകാൻ ദൈവം സമ്മതിക്കില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 സ്നേഹമുള്ളവരെ, അതായത് ഒരു മനുഷ്യന്റെ ജീവിത യാത്രയിൽ കർത്താവിനോട് ചേർന്ന് നിന്ന, ദൈവത്തെ സ്നേഹിച്ച, ദൈവത്തെ ആരാധിച്ച, ഹൃദയം കൊണ്ട് കർത്താവിൻ്റെ ബലിപീഠത്തോട് ചേർന്ന് നിന്ന ഒരു മനുഷ്യന്റെ ഈ യാത്ര പാതി വഴിക്ക് തളർച്ചയിൽ അവസാനിക്കാൻ ദൈവം അനുവദിക്കില്ല. അതുകൊണ്ടാണ് ഏലിയായെ ധൈര്യപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ദൈവം കടന്നു വരിക. സ്നേഹമുള്ളവരെ, ഇങ്ങനെ ചരിത്രത്തിൽ കാണാൻ പറ്റും. 1906 കൊളംബിയയില് തുമാക്ക എന്ന് പറയുന്ന ദ്വീപിൽ ഒരു ഭൂകമ്പം ഉണ്ടായി. 10 മിനിറ്റോളം നീണ്ടുനിന്ന ഒരു ഭൂകമ്പം. ആ ഭൂകമ്പത്തിന്റെ അവസാനം കടലിനടിയിൽ നിന്ന് ഒരു സുനാമിയാണ് ഉണ്ടായത്. ആ ഭൂകമ്പത്തിന്റെ അവസാനം ആ ദ്വീപിലുണ്ടായിരുന്നവർക്കെല്ലാം മനസ്സിലായി, ഈ സുനാമി ഈ ദ്വീപിലേക്ക് കടന്നു വന്നാൽ പിന്നെ അവിടെ ജീവനുള്ള ഒരു മനുഷ്യനോ മൃഗങ്ങളോ ജീവികളോ അവിടെ കാണില്ല. കൊടിമുടി പോലെ ആകാശമുട്ടെ കടലിൽ നിന്ന് സുനാമി തിരമാലകൾ ആഞ്ഞടിക്കുന്നത് കണ്ട് അവിടെയുള്ള ജനങ്ങൾ, ആ ദ്വീപിലുണ്ടായിരുന്ന ജനങ്ങളെല്ലാവരും ആ ദ്വീപിലുണ്ടായിരുന്ന ഒരു ദേവാലയത്തിനകത്തേക്ക് ഓടിക്കൂടി. സ്നേഹമുള്ളവരെ, പല മതത്തിൽ വിശ്വസിക്കുന്നവര്, പല ഭാഷകൾ സംസാരിക്കുന്നവര്, പല ആരാധനയിൽ പങ്കെടുക്കുന്നവര്, അവരെല്ലാവരും ഹൃദയവേദനയോടെ ഓടിക്കൂടിയ സ്ഥലം കർത്താവിൻ്റെ ദേവാലയത്തിലായിരുന്നു. ആ ദേവാലയത്തിൽ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പിൽ അവർ അഭയം പ്രാപിച്ചു. ആ ദേവാലയത്തിലുണ്ടായിരുന്ന വൈദികൻ സക്രാരിയിൽ ഇരുന്ന വിശുദ്ധ കുർബാനയെടുത്ത് ഒരു അരുളിക്കായ്ക്കകത്ത് വെച്ച് ആ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്തി. ജനമെല്ലാം ആ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്തി. ആ വൈദികൻ കുറേ മിനിറ്റുകൾ ശാന്തമായിട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഈ വൈദികൻ തൻ്റെ കരങ്ങളിൽ ഈ വിശുദ്ധ കുർബാന വെച്ചിരിക്കുന്ന അരുളിക്ക കരങ്ങളിലെടുത്ത് ഈ സുനാമി അടിക്കുന്ന കടൽ തിരമാലകൾക്ക് മുമ്പിലേക്ക് ഈ വൈദികൻ നടന്നു പോവുകയാണ്. ജനം മുഴുവനും ഈ വിശുദ്ധ കുർബാനയും വഹിച്ചുകൊണ്ട് പോകുന്ന വൈദികന് പുറകെ വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ കടൽ തീരത്തേക്ക് നടന്നു പോകും. കടൽ തീരത്ത് ചെല്ലുമ്പോൾ അവർ കാണുന്ന കാഴ്ച, കൊടുമുടിയോളം വലിപ്പത്തിൽ തിരമാലകൾ ആഞ്ഞടിച്ച് തങ്ങളെ വിഴുങ്ങുവാൻ വരുന്ന കാഴ്ച കണ്ട് അവർ വിശുദ്ധ കുർബാനയിലേക്ക് തങ്ങളുടെ ജീവിതത്തെ ചേർത്ത് വെച്ചു. ആ കടലിന് മുമ്പിൽ നിന്ന് സ്നേഹമുള്ളവരെ, ആ വിശുദ്ധനായ പുരോഹിതൻ തൻ്റെ കരങ്ങളിലെടുത്തിരിക്കുന്ന വിശുദ്ധ കുർബാന ഉയർത്തിപ്പിടിച്ച് കുരിശാകൃതിയിൽ ആ കടലിനെ നോക്കി ആശീർവദിച്ചു. സ്നേഹമുള്ളവരെ, ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്: ഏതാനും മിനിറ്റുകൾ അലറി പാഞ്ഞു വന്ന തിരമാലകൾ നിശ്ചലമായിട്ട് അവിടെ നിന്നു. ഏതാനും മിനിറ്റുകൾ ആ ആശീർവാദം സ്വീകരിച്ച ഉടനെ ഏതാനും മിനിറ്റുകൾ നിശ്ചലമായിട്ട് ആ തിരമാലകൾ അവിടെ തന്നെ നിന്നു. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ആ തിരമാലകൾ പതിയെ ചെറുതായി കടലിലേക്ക് തിരിച്ച് ഒഴുകിപ്പോയി. സ്നേഹമുള്ളവരെ, നമുക്ക് കാണാൻ പറ്റും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങളിൽ ഈശോ തൻ്റെ പരസ്യ ജീവിത കാലത്ത് ശിഷ്യന്മാരോടൊപ്പം വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ കടലിൽ ശക്തമായ കാറും കോളും ഉണ്ടാകുമ്പോൾ, കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, ശിഷ്യന്മാർ പ്രതിസന്ധിയിൽ ഭയപ്പെട്ട് അവർ കർത്താവിനെ വിളിച്ചുണർത്തുകയാണ്, ദൈവത്തെ ആശ്രയിക്കുകയാണ്. കർത്താവ് ആ വഞ്ചിയിൽ എഴുന്നേറ്റ് നിന്നിട്ട് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. സ്നേഹമുള്ളവരെ, ഈശോയുടെ പരസ്യ ജീവിത കാലത്ത് തൻ്റെ ശിഷ്യന്മാരെ പ്രതിസന്ധിയിൽ നിന്നും ഭയത്തിൽ നിന്നും രക്ഷിക്കാൻ ആ വഞ്ചിയിൽ എഴുന്നേറ്റ് നിന്ന് കടലിന് നേരെ കൈ ഉയർത്തിയ, കടലിനെ ശാസിച്ച കർത്താവ് തുമാക്കായിൽ 1906 സ്നേഹമുള്ളവരെ, ആ കടല് ആ ജനത്തെ വിഴുങ്ങുവാൻ വന്നപ്പോൾ
ആ വിശുദ്ധ കുർബാനയിൽ നിന്ന് കരമുയർത്തി ആ കടലിനെ ശാസിക്കുകയാണ്. സ്നേഹമുള്ളവരെ, അതായത് തന്നെ ആശ്രയിക്കുന്ന, തന്നെ ആരാധിക്കുന്ന, തന്നിലേക്ക് പ്രത്യാശ അർപ്പിക്കുന്ന മനുഷ്യൻ, അവൻ ആരായാലും, അവൻ്റെ ഭാഷ എന്തായാലും, അവൻ്റെ വിശ്വാസം എന്തായാലും, സ്നേഹമുള്ളവരെ, അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ അവൻ തനിച്ചായി പോകാതിരിക്കാൻ, അവൻ്റെ കൂടെ വന്ന് അവനെ സഹായിക്കാൻ സ്വർഗത്തിലെ ഒരു ദൈവമുണ്ടെന്ന് ദൈവം വീണ്ടും ഈ സംഭവത്തിലൂടെ തെളിയിച്ചു. സ്വർഗത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 സ്നേഹമുള്ളവരെ, നിങ്ങൾ തളർന്നു പോകണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധിയുടെ നടുവിലാണോ? നിങ്ങൾ ജീവിതത്തിൽ തനിച്ചാണോ? സ്നേഹമുള്ളവരെ, നിങ്ങൾ തളർന്നു പോകണ്ട. നിന്റെ ജീവിതത്തെ ബലപ്പെടുത്താൻ ഒരു ദൈവമുണ്ട്. നമുക്ക് കാണാൻ പറ്റും, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം അതിൻ്റെ 18-ാം അധ്യായത്തില് 22-ാം തിരുവചനം, ഏലിയ പ്രവാചകൻ ബലിയർപ്പിക്കാനായിട്ട് പോകുമ്പോൾ, സ്നേഹമുള്ളവരെ, എല്ലാ സൗകര്യങ്ങളുടെ നടുവിൽ നിന്നല്ല പോവുക, എല്ലാ സമൃദ്ധിയുടെ നടുവിൽ നിന്നല്ല പോവുക. 22-ാം വചനത്തിൽ ഇങ്ങനെയാ പറയുക, 18-ാമത്തെ അധ്യായത്തിൽ ഏലിയ വീണ്ടും ജനത്തോട് പറഞ്ഞു, കർത്താവിൻ്റെ പ്രവാചകന്മാരിൽ ഞാനേ ഇനി ശേഷിച്ചിട്ടുള്ളൂ. ഏലിയ പറയുകയാണ്, കർത്താവിൻ്റെ പ്രവാചകന്മാരിൽ ഞാനേ ഇനി ശേഷിച്ചിട്ടുള്ളൂ. ബാലിനാകട്ടെ 450 പ്രവാചകന്മാരുണ്ട്. സ്നേഹമുള്ളവരെ, ഏലിയ പ്രവാചകൻ ഒറ്റയ്ക്കേ ഉള്ളൂ. 450 ബാൽദേവന്മാർ, പുരോഹിതന്മാരുണ്ട്. സ്നേഹമുള്ളവരെ, അതായത് സാഹചര്യം ഒന്നും അനുകൂലമല്ലാതിരിക്കുമ്പോൾ, എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായിരിക്കുമ്പോഴും ഏലിയായുടെ ആശ്രയത്വം ദൈവത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഏലിയായുടെ ആശ്രയത്വം ദൈവത്തിലാണ്. അതായത് ഈ ഏലിയായ ദൈവം സഹായിക്കാൻ വന്നതിന്റെ കാരണം എന്തെന്നറിയോ സ്നേഹമുള്ളവരെ? ദൈവത്തിന്റെ മുമ്പിലുള്ള ഏലിയായുടെ വിശ്വസ്തതയും ദൈവത്തിന്റെ മുമ്പിലുള്ള ഏലിയായുടെ നീതിപൂർവമായ ജീവിതവുമാണ്. അതായത് ഏലിയ പ്രവാചകൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ബാക്കി 450ഓളം ബാൽദേവന്മാർ, പുരോഹിതന്മാർ ചുറ്റുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒറ്റയ്ക്ക് നിൽക്കുക, ഒറ്റയ്ക്ക്. അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും ദൈവമേൽപ്പിച്ച പ്രവാചക ദൗത്യത്തോട് ഏലിയ വിശ്വസ്തത പുലർത്തുകയാണ്. കർത്താവിന് മുമ്പിൽ നീതിമാനായിട്ട്, വിശ്വസ്തനായിട്ട് ഏലിയ നിലയുറപ്പിക്കുക. സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ചില സമയങ്ങളിൽ തനിച്ചായി പോകുമ്പോൾ കർത്താവ് നമ്മളെ ബലപ്പെടുത്താൻ എപ്പോഴാണ് ഇറങ്ങി വരുന്നതെന്ന് അറിയാൻ പറ്റുമോ? നമ്മൾ ദൈവത്തിന് മുമ്പിൽ നീതിയോടെ ജീവിക്കുമ്പോൾ, കർത്താവിന് മുമ്പിൽ വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ. സ്വർഗത്തിലെ ദൈവം കണ്ണുകൾ ഉയർത്തി ഭൂമിയിലെ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, ദൈവത്തിന്റെ മുമ്പിൽ വിശ്വസ്തയോടെ നീതിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? എന്നാൽ എൻ്റെ ജീവിതം പാതി വഴിക്ക് അവസാനിച്ചു പോകാൻ ദൈവം സമ്മതിക്കില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്വരമുയർത്തി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഭൂമിയിൽ ദൈവം നമ്മെ ഏൽപ്പിച്ച ചില ഉത്തരവാദിത്തങ്ങൾ, ഒരു കുടുംബനാഥനെന്ന, ഒരു കുടുംബനാഥയെന്ന, ഒരു മകനെന്ന, മകളെന്ന, മരുമകനെന്ന, മരുമകളെന്ന, ഒരു പുരോഹിതനെന്ന, ഒരു സമർപ്പിത ജീവിതം നയിക്കുന്ന വ്യക്തി എന്ന ഉത്തരവാദിത്തം ദൈവം നമ്മളെ പല ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ശുശ്രൂഷ സ്വീകരിക്കുമ്പോൾ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, ഈ ഭൂമിയിൽ നിങ്ങളെ ദൈവം ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് യാദൃശ്ചികമായി നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയതല്ല. ഒരു ഭാര്യയായി, ഭർത്താവായി നിങ്ങൾ ജീവിക്കുന്നത് യാദൃശ്ചികമായി സംഭവിച്ചതല്ല. ഒരപ്പനായി, അമ്മയായി മക്കളുടെ മുമ്പിൽ നിങ്ങൾ ജീവിക്കുന്നത് അത് യാദൃശ്ചികമായി സംഭവിച്ചതല്ല. ഒരു ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന നിങ്ങൾ, അത് യാദൃശ്ചികമായി സംഭവിച്ച ഒരു കാര്യമല്ല. സ്നേഹമുള്ളവരെ, ഈ ഭൂമിയിൽ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ജീവിതത്തിന്റെ അവസ്ഥ, അത് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഭരമേൽപ്പിച്ചതാണ്. അത് അബദ്ധത്തിൽ നമ്മുടെ കയ്യിൽ വന്നു ചേർന്നതല്ല. സ്നേഹമുള്ളവരെ, ഒരു പൗരോഹിത്യ ജീവിതം അബദ്ധമല്ല, ഒരു സന്യാസ സമർപ്പിത ജീവിതം അബദ്ധമല്ല, ഒരു കുടുംബ ജീവിതം അബദ്ധമല്ല, ഒരപ്പനാവുക, അമ്മയാവുക, അത് അബദ്ധമല്ല. അത് സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ നമ്മളെ ഭരമേൽപ്പിച്ചതാണ്. അങ്ങനെ സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ ഭരമേൽപ്പിച്ച എൻ്റെ ജീവിതത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ദൈവം കണ്ണുകൾ ഉയർത്തി നോക്കും.
ഒരു ഭാര്യ എന്ന, ഭർത്താവെന്ന, പിതാവെന്ന, മാതാവെന്ന നിന്റെ ജീവിതത്തോട് എത്രമാത്രം വിശ്വസ്തതയുണ്ട്. ആ ജീവിതം നിന്നെ ഭരമേൽപ്പിച്ച ദൈവത്തോട് ആ ജീവിതം നയിക്കുമ്പോൾ നീ എത്രമാത്രം വിശ്വസ്തത പുലർത്തുന്നുണ്ട്. ഒരു ദൈവരാജ്യ ശുശ്രൂഷകൻ എന്ന നിലയിൽ, കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ ഒരു ശക്തനായ ശുശ്രൂഷകൻ എന്ന നിലയിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ ആ ദൈവമേൽപ്പിച്ച ജീവിതത്തിന്റെ ഉത്തരവാദിത്വത്തോടെ എത്രമാത്രം വിശ്വസ്തതയുണ്ട്, എത്രമാത്രം നീതി ദൈവം നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തോടെ നീ പുലർത്തുന്നുണ്ട്. പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, എല്ലാ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ ഇത് ആത്മപരിശോധന നടത്തണം. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുക സ്നേഹമുള്ളവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ജീവിതം ഭരമേൽപ്പിച്ചത് ദൈവമാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ കഷ്ടപ്പെടാൻ മാത്രം, ഇങ്ങനെ സഹിക്കാൻ മാത്രം, ഇന്ന് ജീവിതം ഒത്തിരിയേറെ ദുരിതം അനുഭവിക്കാൻ മാത്രം എന്തിനാ ഇങ്ങനെ ജീവിതം? അല്ല, നിങ്ങളിപ്പോൾ ഏത് അവസ്ഥയിലാണോ അത് ദൈവം നിങ്ങളെ ഭരമേൽപ്പിച്ച ദൗത്യമാണ്. സ്നേഹമുള്ളവരെ, ആ ദൗത്യത്തോട് വിശ്വസ്തത പുലർത്തുക. സങ്കീർത്തകനായ ദാവീദ് 37-ാം സങ്കീർത്തനത്തില് അതിന്റെ 25-ാമത്തെ തിരുവചനത്തിൽ സങ്കീർത്തകനായ ദാവീദ് പറയുകയാണ്. 37-ാം സങ്കീർത്തനം അതിന്റെ 25-ാം തിരുവചനം. സങ്കീർത്തകനായ ദാവീദ് ഇങ്ങനെയാണ് പറയുക: ഞാൻ ചെറുപ്പമായിരുന്നു, ഇപ്പോൾ വൃദ്ധനായി. ഞാൻ ചെറുപ്പമായിരുന്നു, ഇപ്പോൾ വൃദ്ധനായി. നീതിമാൻ പരിത്യജിക്കപ്പെടുന്നതോ അവന്റെ മക്കൾ ഭിക്ഷയാചിക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല. സ്നേഹമുള്ളവരെ, ഈ വചനം നിങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണം. കാതു തുറന്ന് ഈ വചനം നിങ്ങളൊന്ന് സ്വീകരിക്കണം. ദാവീദ് രാജാവ് പറയുക ആത്മവിശ്വാസത്തോടെ, ഞാൻ ചെറുപ്പമായിരുന്നു. ആ ചെറുപ്പം മുതലേ ദൈവത്തെ അറിഞ്ഞവനാണ് ദാവീദ്. നമുക്കറിയാം, സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ബാലനായിരിക്കുമ്പോൾ തന്നെ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ട വ്യക്തിയാണ് ദാവീദ്. അതുകൊണ്ട് ദാവീദ് രാജാവ് പറയാണ്, ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ തൊട്ട് കർത്താവിന്റെ കൂടെയാ. ദൈവത്തിന്റെ മനസ്സെനിക്കറിയാം, ദൈവത്തിന്റെ സ്വപ്നം എനിക്കറിയാം, ദൈവത്തിന്റെ സ്വഭാവം എനിക്കറിയാം. എന്നിട്ട് ദാവീദ് രാജാവ് പറയാണ്, ഞാൻ ചെറുപ്പമായിരുന്നു, ഇപ്പോൾ വൃദ്ധനായി. ഈ കാലമൊക്കെയും എൻ്റെ ദൈവത്തിന്റെ സ്വഭാവം. ദാവീദ് രാജാവ് പറയുന്നത് ഇങ്ങനെയല്ലേ: നീതിമാൻ പരിത്യജിക്കപ്പെടുന്നതോ അവന്റെ മക്കൾ ഭിക്ഷയാചിക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല. ദൈവത്തിന് മുമ്പിൽ നീതിയോടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ദൈവമേൽപ്പിച്ച ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ കർത്താവിനോട് ചേർന്ന് നിറവേറ്റുന്ന ഒരു മനുഷ്യൻ, അവൻ ഒരിക്കലും പട്ടിണി കിടക്കാൻ, അവന്റെ മക്കൾ ഭിക്ഷയാചിക്കാൻ, അവന്റെ തലമുറകൾ തകർന്നു പോകാൻ, അവന്റെ കുടുംബം ഇല്ലാതായി മാറാൻ ദൈവം സമ്മതിക്കില്ല. സ്നേഹമുള്ളവരെ, ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കുടുംബമുണ്ട്. ശുശ്രൂഷകനാണ് അവര്, ശുശ്രൂഷകനാണ്. ഭാര്യയും ഭർത്താവും വചനം പറയുന്നവരാണ്. ഈ ഭർത്താവ് ഒരു സർക്കാർ ജോലിക്കാരനായിരുന്നു. ഈ മനുഷ്യൻ ഭയങ്കരമായും അധ്വാനത്തിന് അടിമപ്പെട്ടു പോയൊരു മനുഷ്യൻ. സ്നേഹമുള്ളവരെ, ജോലി കഴിഞ്ഞ് വൈകുന്നേരം മദ്യപിച്ച് ഈ മനുഷ്യൻ സുബോധമില്ലാതെ വീട്ടിലെത്തും. ഈ ഭാര്യ കതക് തുറക്കും. കതക് തുറന്ന് ഭാര്യയുടെ മുഖം കാണുന്നത് കൈ എത്തുന്ന ദൂരത്താണെങ്കിൽ അടിയുറപ്പാണ്. ഇല്ലെങ്കിൽ ഈ മനുഷ്യൻ തൻ്റെ വായി വരുന്ന മോശമായ വാക്കുകളൊക്കെ തൻ്റെ ഭാര്യയുടെ നേരെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഭാര്യ തിരിച്ചൊന്നും പറയാതെ ഒരു ചെറു പുഞ്ചിരിയോടെ ഈ മനുഷ്യനെ കൂട്ടിക്കൊണ്ട് ഡൈനിങ് ടേബിളെ കൊണ്ടിരുത്തും. സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പിക്കൊടുക്കും. സ്നേഹമുള്ളവരെ, ആ ഡൈനിങ് ടേബിളിലേക്ക് ഈ മനുഷ്യൻ വൊമിറ്റ് ചെയ്യും, ഛർദ്ദിക്കും. ഈ സ്ത്രീ ഒന്നും മിണ്ടാതെ അതെല്ലാം സ്നേഹത്തോടെ തുടച്ചു കളയും. തൻ്റെ ഭർത്താവിൻ്റെ മുഖമൊക്കെ തുടച്ച് ആ ഭക്ഷണം കഴിച്ചു തീരുന്നത് വരെ അവിടെ ഇരിക്കും, ആ ഡൈനിങ് ടേബിളിനരികിൽ. ഈ ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്കും ഈ മനുഷ്യൻ ഇങ്ങനെ ഈ സ്ത്രീയെ മോശമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. തിരിച്ചൊന്നും
ഈ സ്ത്രീ പറയില്ല. ബെഡ്റൂമിൽ ചെല്ലും, ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഈ മനുഷ്യൻ കിടത്തും. കിടന്നുറങ്ങുന്നത് വരെ വായി വരുന്നതെല്ലാം ഈ മനുഷ്യൻ ഇങ്ങനെ തൻ്റെ ഭാര്യയെ നോക്കി പുലമ്പിക്കൊണ്ടിരിക്കും. ഒന്നും പറയാതെ തൻ്റെ ഭർത്താവ് ഉറങ്ങുന്നത് വരെ ആ കാൽക്കൽ ഇങ്ങനെ ഈ സ്ത്രീ ഇരിക്കും. തൻ്റെ ഭർത്താവ് ഉറങ്ങിയെന്ന് മനസ്സിലാകുമ്പോൾ ഈ സ്ത്രീ പതിയെ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് അലമാരിക്കകത്ത് വെച്ചിരിക്കുന്ന ഒരു തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ എടുത്ത് ഈ മനുഷ്യൻ കിടക്കുന്ന കട്ടിലിൻ്റെ താഴെ കൊണ്ടുപോയി ഇങ്ങനെ ചാരി വയ്ക്കും. ആ കട്ടിലയിൽ ഇങ്ങനെ ചാരി വയ്ക്കും. എന്നിട്ട് ആ കട്ടിലിൻ്റെ താഴെ മുട്ടുകുത്തി നിന്ന് 2 കൈയും ഇങ്ങനെ വിരിച്ചു പിടിക്കും. എന്നിട്ട് ആ സ്ത്രീ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, എൻ്റെ ഭർത്താവിനെ മദ്യപാനം മാറ്റണേന്നല്ല സ്നേഹമുള്ളവരെ, എൻ്റെ ഭർത്താവിൻ്റെ ദുശീലം മാറ്റണേന്നല്ല. ആ തിരുഹൃദയത്തിലേക്ക് നോക്കി ഈ സ്ത്രീ പ്രാർത്ഥിക്കുന്നത് എന്തെന്നറിയുവോ? കർത്താവ്, ഈ അവസ്ഥയിൽ നീ എനിക്ക് തന്ന എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ എനിക്ക് കൃപ തരണേ. കർത്താവെ, നീ എന്നോടുകൂടെ എൻ്റെ അവസാനം വരെ ചേർത്ത് വെച്ച എൻ്റെ ഈ ഇണയെ സ്നേഹിക്കുവാൻ, ഉൾക്കൊള്ളാൻ, ഈ മനുഷ്യന്റെ ബലഹീനതകളെ സ്വീകരിക്കുവാനുള്ള കൃപ തരണേ. സ്നേഹമുള്ളവരെ, രാത്രി മുഴുവനും ഇങ്ങനെ ഉറങ്ങി തളർന്ന് തറയിൽ വീഴുന്നത് വരെ ഈ ഭാര്യ ഇങ്ങനെ കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കും. സ്നേഹമുള്ളവരെ, 1-2 വർഷമല്ല, 14 വർഷക്കാലം, 14 വർഷം വിവാഹ ജീവിതം തുടങ്ങി 14 വർഷക്കാലം ഈ സ്ത്രീ തന്റെ പ്രാർത്ഥന ഇങ്ങനെ തുടർന്നു. 14 വർഷങ്ങൾക്ക് ശേഷം ഈ മനുഷ്യൻ ഒരു കരിസ്മാറ്റിക് ധ്യാനം കൂടാനായിട്ട് ഇടയായി. സ്നേഹമുള്ളവരെ, ഈ മനുഷ്യന് ശക്തമായ വചനം കേട്ട് മാനസാന്തരം ഉണ്ടായി. അങ്ങനെ മാനസാന്തരപ്പെട്ട് പ്രാർത്ഥനയും ആത്മീയ ജീവിതങ്ങളും ഒക്കെയായി കടന്നുപോയി. ഒരു ധ്യാന കേന്ദ്രത്തിൽ ഈ മനുഷ്യൻ ശുശ്രൂഷകനായി മാറി. നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ്. സ്നേഹമുള്ളവരെ, അവിടുത്തെ ആ ധ്യാന കേന്ദ്ര ഡയറക്ടറച്ഛൻ ഒരിക്കലും മനുഷ്യനോട് പറഞ്ഞു, കർത്താവ് ചെയ്ത കാര്യങ്ങൾ ഒന്ന് എല്ലാവരോടും പങ്കുവയ്ക്കുക, ഈശോ ചെയ്ത കാര്യങ്ങൾ എല്ലാവരോടും ഒന്ന് പങ്കുവയ്ക്കുക. അങ്ങനെ ആ മനുഷ്യൻ തൻ്റെ സാക്ഷ്യം പറഞ്ഞു. ഇന്ന് അദ്ദേഹം വലിയൊരു വചന ശുശ്രൂഷകനാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് അദ്ദേഹം അൾത്താരെ കയറി നിൽക്കുമ്പോൾ ആദ്യം പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എൻ്റെ ഭാര്യയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, ഇത് പറഞ്ഞാണ് അദ്ദേഹം വചനം തുടങ്ങുക. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എൻ്റെ ഭാര്യയാണ്. സ്നേഹമുള്ളവരെ, ഈ സ്ത്രീ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഭർത്താവ് കുടിച്ച് വരുന്ന സമയത്ത് വീട്ടിൽ ചോറ് വെച്ചു കൊടുക്കാൻ അരിയില്ലാഞ്ഞിട്ട്, കുഞ്ഞുങ്ങൾക്ക് ചോറ് വെച്ചു കൊടുക്കാൻ അരിയില്ലാഞ്ഞിട്ട് 3 കുട്ടികൾക്ക് വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തിട്ട് ഈ അമ്മ കിടത്തി ഉറക്കും. എന്നിട്ട് കുഞ്ഞുങ്ങളോട് പറയും, മക്കളെ, പപ്പ വരുമ്പോ ഭക്ഷണം കൊണ്ടുവരും, അന്നേരം വിളിച്ചെഴുന്നേപ്പിച്ച് തരാൻ കേട്ടോ അമ്മ. അമ്മയ്ക്കറിയാൻ വരുമ്പോൾ ഒന്നും കാണില്ല കയ്യില്. ചൂടുവെള്ളം തിളപ്പിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് കിടത്തി ഉറക്കും. അത്ര ദാരിദ്ര്യമാണ്. സ്നേഹമുള്ളവരെ, ആ ദാരിദ്ര്യത്തിന്റെ ഇടയിലും ദൈവമേൽപ്പിച്ച ഭാര്യ എന്ന ഉത്തരവാദിത്തം വിശ്വസ്തയോടെ നീതിയോടെ നിറവേറ്റുന്നതിന് ദൈവം കൊടുത്ത സമ്മാനമാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് ആ മനുഷ്യന്റെ വിശുദ്ധമായ ജീവിതം, ഇന്ന് ആ കുടുംബത്തിലേക്ക് അത്ഭുതത്തോടെ നോക്കണം. മക്കള് 3 പേർക്കും നല്ല ജോലി, നല്ല ഭവനം, 2 പേരും ഒന്നിച്ചു വചന ശുശ്രൂഷ ചെയ്യാൻ പോകുന്നു. സ്നേഹമുള്ളവരെ, ആര് കണ്ടാലും കൊതിയോടെ നോക്കുന്ന ഒരു വിശുദ്ധമായ കുടുംബമായി ആ കുടുംബം മാറി. സ്നേഹമുള്ളവരെ, ഒരു ഭാര്യയുടെ വിശ്വസ്തത, ഒരമ്മയുടെ നീതിപൂർവമായ ജീവിതം. അതുകൊണ്ട് ദാവീദ് രാജാവ് പറയുക, ഞാൻ ചെറുപ്പമായിരുന്നു, ഇപ്പോൾ വൃദ്ധനായി. നീതിമാൻ പരിത്യജിക്കപ്പെടുന്നതോ അവന്റെ മക്കൾ ഭിക്ഷയാചിക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല. സ്നേഹമുള്ളവരെ, ദൈവമേൽപ്പിച്ച ജീവിതത്തിന്റെ ചില ഉത്തരവാദിത്തങ്ങൾ, അതെന്തുമായിക്കോട്ടെ, ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന വഴിക്ക് സഹനങ്ങൾ ഉണ്ടാകും, വേദനകൾ ഉണ്ടാകും, ഒറ്റപ്പെടലുകൾ ഉണ്ടാകും, തിക്താനുഭവങ്ങൾ ഉണ്ടാകും. ഒരിക്കലും മറക്കാൻ പറ്റാത്ത മുറിവുകൾ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകും. സ്നേഹമുള്ളവരെ, അപ്പോഴും സ്വർഗത്തിലേക്ക് നോക്കി ദൈവമേൽപ്പിച്ച കാര്യങ്ങളിൽ വിശ്വസ്തയോടെ ജീവിക്കുന്നവനെ സഹായിക്കാൻ ദൈവമുണ്ടാകും.
അവന്റെ ജീവിതം പാതി വഴിക്ക് അവസാനിക്കാൻ സ്നേഹമുള്ളവരെ ദൈവം സമ്മതിക്കില്ല. Praise the Lord. Hallelujah. 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 സ്നേഹമുള്ളവരെ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തില് നമുക്ക് കാണാൻ പറ്റും 6-ാം അധ്യായത്തിൽ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്. ദാരിയൂസ് രാജാവിൻ്റെ ഭരണകാലത്ത് ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിൽ എറിയുകയാണ്. സ്നേഹമുള്ളവരെ, എന്തിനാണ് ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിൽ എറിയുന്നത്? അത് ഏക സത്യ ദൈവത്തെ ആരാധിച്ചതിന്റെ പേരിലാണ്. വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ദാനിയേൽ ദൈവത്തെ ആരാധിക്കുക. രാജാവ് കൽപ്പന കൊടുക്കുന്നത് ഇങ്ങനെയല്ലേ വചനത്തിൽ വായിക്കുക സ്നേഹമുള്ളവരെ? രാജാവിനെ ആരാധിക്കാത്തവരെ എല്ലാം കൊന്നുകളയുക. അതായത് വിശ്വാസം പ്രഘോഷിക്കാൻ, വിശ്വാസം ജീവിക്കാൻ, വിശ്വാസത്തോടെ ദൈവത്തെ ആരാധിക്കാൻ സ്നേഹമുള്ളവരെ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ദാനിയേൽ ദൈവത്തെ ആരാധിക്കുകയാണ്. ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തയോടെ തന്റെ പ്രാർത്ഥനകൾ ദാനിയേൽ അർപ്പിക്കുകയാണ്. നമുക്കറിയാം, വചനം വായിക്കുമ്പോൾ ഈ വിവരം രാജാവിൻ്റെ കാതിലെത്തി. സ്നേഹമുള്ളവരെ, രാജാവ് ദാനിയേലിനെ സിംഹത്തിൻ്റെ കുഴിയിലേക്ക് എറിയുന്ന ഒരു വചനഭാഗമുണ്ട്. എന്നിട്ട് സിംഹത്തിൻ്റെ കുഴി അടച്ച് മുദ്ര വെച്ചു. പിറ്റേ ദിവസം അതിരാവിലെ രാജാവ് ദാനിയേലിനെ സിംഹത്തിൻ്റെ കുഴിയിലിട്ട് ആ കുഴിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 19 മുതലുള്ള തിരുവചനം. അവിടെ ഇങ്ങനെയാ വായിക്കുക: രാജാവ് അതിരാവിലെ എഴുന്നേറ്റ് സിംഹങ്ങളുടെ കുഴിയിലേക്ക് തിടുക്കത്തിൽ ചെന്നു. ദാനിയേലിന് ഇട്ടിരുന്ന കുഴിക്കടുത്ത് ചെന്നപ്പോൾ ദുഃഖം നിറഞ്ഞ സ്വരത്തിൽ രാജാവ് വിളിച്ചു ചോദിച്ചു, ദാനിയേൽ, ജീവിക്കുന്ന ദാസ, ദൈവത്തിൻ്റെ ദാസ, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ശക്തനായിരുന്നു. സ്നേഹമുള്ളവരെ, 21-ാമത്തെ തിരുവചനം, സിംഹക്കുഴിയിൽ നിന്ന് ദാനിയേലിന്റെ മറുപടി ഇങ്ങനെയാണ്. ദാനിയേൽ രാജാവിനോട് പറഞ്ഞു, രാജാവ് നീണാൽ വാഴട്ടെ. തൻ്റെ മുമ്പിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ എൻ്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായടച്ചു. സ്നേഹമുള്ളവരെ, സിംഹക്കുഴിയിൽ നിന്ന് ദാനിയേൽ വിളിച്ചു പറയും ഇങ്ങനെയാണ്: തൻ്റെ മുമ്പിൽ കുറ്റമറ്റവനാണെന്ന് എൻ്റെ ദൈവം കണ്ടതിനാൽ, എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് ദൈവം കണ്ടതിനാൽ, സ്വർഗത്തിലെ ദൈവം സിംഹക്കുഴിയിലേക്ക് നോക്കിയപ്പോൾ ദൈവമേൽപ്പിച്ച ദൗത്യത്തിലും ദൈവമേൽപ്പിച്ച ശുശ്രൂഷയിലും ദൈവത്തിലുള്ള വിശ്വാസത്തിലും ആത്മീയ കാര്യങ്ങളിലും പ്രാർത്ഥനയിലും ദാനിയേൽ വിശ്വസ്തനാണെന്ന് കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ, വചനം പറയുക സ്നേഹമുള്ളവരെ, സ്വർഗത്തിലെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായടച്ചു. എന്നിട്ട് വീണ്ടും വചനം പറയുകയാണ്, രാജാവേ, നിന്റെ മുമ്പിലും ഞാൻ നിരപരാധനാണല്ലോ. സ്നേഹമുള്ളവരെ, ദാനിയേൽ പറയാണ്, രാജാവേ, നിന്റെ മുമ്പിലും, അതായത് മനുഷ്യന്റെ മുമ്പിലും ദൈവത്തിന്റെ മുമ്പിലും ദാനിയേൽ നീതിമാനായിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ മനുഷ്യന്റെ മുമ്പിൽ നീതിമാനായിട്ട് കാര്യമില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ, ഈശോ ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ 2 മനുഷ്യൻ പ്രാർത്ഥിക്കാൻ വരുന്നത് താൻ നീതിമാനെന്ന ധാരണയിൽ ദേവാലയത്തിന് മുമ്പിൽ വന്നിരുന്ന് താൻ ചെയ്ത നല്ല പ്രവൃത്തികളൊക്കെ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ കർത്താവ് കണ്ടു. ഒരു മനുഷ്യനെ കണ്ടു ദേവാലയത്തിന്റെ വാതുക്കല് താൻ ചെയ്ത കുറവുകളും അയോഗ്യതകളും തൻ്റെ വീഴ്ചകളും തൻ്റെ ബലഹീനതകളും എല്ലാം ദൈവസന്നിധിയിലേക്ക് ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ പക്കലേക്കൊന്ന് കണ്ണുകൾ ഉയർത്താൻ പോലും പറ്റാത്ത ഒരു മനുഷ്യനെയും കർത്താവ് കണ്ടു. സ്നേഹമുള്ളവരെ, മനുഷ്യന്റെ മുമ്പിൽ എല്ലാ നന്മകളും ചെയ്യുന്ന, എല്ലാ പുണ്യങ്ങളും ചെയ്യുന്ന, എല്ലാ ആത്മീയ കാര്യങ്ങളും ചെയ്യുന്ന, അതായത് മനുഷ്യന്റെ മുമ്പിൽ നീതിമാനാണെന്ന് ഭാവിക്കുന്ന മനുഷ്യൻ, സ്നേഹമുള്ളവരെ, അതല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുക. ദാനിയേൽ പറഞ്ഞത് ശ്രദ്ധിക്കണേ സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ സ്വർഗത്തിലെ ദൈവം
സിംഹങ്ങളുടെ വായടച്ച് എന്നെ രക്ഷിച്ചു. സ്വരമേത്തി പറയാ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വരമേത്തി വെച്ചത് പറയാ ഹല്ലേലൂയ. 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 സ്നേഹമുള്ളവരെ, ഈശോയുടെ അടുത്ത് ഒരു യുവാവ് വന്നു. ഈശോയോട് ചോദിച്ചു, കർത്താവെ, സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ? ഈശോയെ വാക്കിൽ കൊടുക്കുവാനായിട്ടാണ് ചോദിച്ചത്. ഈശോയ്ക്ക് അത് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, ഈശോ അവനോട് പറഞ്ഞു, ഒരു ധനാറ എൻ്റെ അരികിൽ കൊണ്ടുവരിക. അവനൊരു ധനാറ കൊണ്ടുവന്നു കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. ഈശോ അത് വാങ്ങി തിരിച്ചും മറിച്ചും നോക്കിയിട്ട് അവനോട് ചോദിച്ചു, ഇതിൻ്റെ രൂപവും ലിഖിതവും ആരുടേതാണ്? വളരെ ലാഘവത്തോടെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇത് സീസറിൻ്റെതാണ്. ഈശോ ഉത്തരം ഇങ്ങനെ പറയുക, സീസറിനുള്ള സീസറിനും ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുക്കുക. സ്നേഹമുള്ളവരെ, സ്വർഗത്തിലെ ദൈവം ഇടയ്ക്കൊക്കെ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലേക്ക് നോക്കും. എന്നിട്ട് കർത്താവ് ചോദിക്കും, നിന്റെ ഉള്ളിൽ വരച്ചു വെച്ചിരിക്കുന്ന രൂപവും ലിഖിതവും ആരുടേതാണ്? നിന്റെ ഹൃദയത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന രൂപം ആരുടേതാ? ലിഖിതം ആരുടേതാ? നിന്റെ അധരങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന ലിഖിതം ആരുടേതാ? നിന്റെ ജീവിതത്തിന്റെ വഴികളിൽ, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നിന്റെ ഹൃദയത്തിൽ എഴുതി വെച്ചിരിക്കുന്ന രൂപവും ലിഖിതവും ആരുടേതാ? അത് ലോകത്തിൻ്റെതാണോ? സമ്പത്തിൻ്റെതാണോ? ശരീരത്തിൻ്റെതാണോ? ലോക സുഖങ്ങളുടേതാണോ? കർത്താവ് പറയും, സ്നേഹമുള്ളവരെ, സീസറിനുള്ളത് സീസറിന്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. സ്വർഗത്തിലെ ദൈവം കണ്ണുകൾ ഉയർത്തി നമ്മെ നോക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, എൻ്റെ ഹൃദയത്തിൽ ക്രൂശിതന്റെ മുഖവും യേശുവെന്ന നാമവുമാണ് എൻ്റെ അധരങ്ങളിലും ഹൃദയങ്ങളിലും ആലേഖനം ചെയ്തതെങ്കിൽ, കർത്താവ് ഇങ്ങനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പറയും, നിന്നെ ഞാൻ ആർക്കും കൊടുക്കില്ല. നീ തളർന്നു പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ഭൂമിയെ നീ തനിച്ചായി പോകാൻ ഞാൻ സമ്മതിക്കില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33 അധ്യായം 15 തിരുവചനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33 അധ്യായം 15 തിരുവചനം. നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ, കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈകുടയുന്നവൻ, രക്തച്ചൊരിച്ചിലിനെ പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ, തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ, അവൻ ഉന്നതങ്ങളിൽ വസിക്കും. ശിലാദുർഗങ്ങളാൽ അവൻ പ്രതിരോധമുറപ്പിക്കും. അവന്റെ ആഹാരം മുടങ്ങുകയില്ല, അവന് ദാഹജലം കിട്ടുമെന്ന് തീർച്ച. പ്രീസലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, കർത്താവിന്റെ വാഗ്ദാനം ഈ രാത്രി നമ്മുടെ ഹൃദയത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. സ്വർഗത്തിലെ ദൈവത്തിന്റെ വാഗ്ദാനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് എഴുതി വയ്ക്കാം. ദൈവത്തിന്റെ വചനം പ്രവാസികളിലൂടെ പറയാണ്, ലോകത്തിൽ നിന്ന് കണ്ണടച്ച് തിന്മ കേൾക്കാതെ, തിന്മ കാണാതെ, തിന്മ സംസാരിക്കാതെ, തിന്മ നീ സ്പർശിക്കാതെ കർത്താവിന്റെ മുമ്പിൽ വിശ്വസ്തയോടെ ജീവിക്കുന്നവൻ അവൻ ഉന്നതങ്ങളിൽ വസിക്കും. ശിലാദുർഗങ്ങളാൽ അവൻ പ്രതിരോധം ഏർപ്പെടുത്തും. ശിലാദുർഗങ്ങളാൽ, പാറ പോലെ കർത്താവ് അവന് ചുറ്റും കോട്ട കെട്ടും. ഒരു തിന്മയും ഒരു പീഡകളും ഒരു സഹനങ്ങളും ഒരു സങ്കടങ്ങളും ഒരു പീഡകളും അവനെ തകർത്താനോ തളർത്താനോ കഴിയാൻ പറ്റാത്ത വിധം അവന് ചുറ്റും കർത്താവ് പ്രതിരോധത്തിന്റെ കോട്ട കെട്ടും. അടുത്ത വചനം പറയാണ്, അവന്റെ ആഹാരം മുടങ്ങില്ല, അവന് ദാഹജലം കിട്ടുമെന്ന് തീർച്ച. സ്നേഹമുള്ളവരെ, ഈ ദിവസം, ഈ രാത്രി നമ്മുടെ ഹൃദയത്തെ കർത്താവിന്റെ ഹൃദയത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. ഞാൻ തനിച്ചാണെന്നുള്ള ചിന്തയിലൂടെയാണോ ഞാൻ കടന്നു പോവുക? എൻ്റെ ജീവിതം അവസാനിച്ചുവെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയോ? നിരാശ എന്നെ കീഴടക്കി തുടങ്ങിയോ? ഏലിയ പ്രവാചകനെ പോലെ ജീവിതം മടുത്തു തുടങ്ങിയോ? സ്നേഹമുള്ളവരെ, തിരിച്ചറിയുക, നിങ്ങൾ തനിച്ചല്ല. നിങ്ങളെ സഹായിക്കാൻ സ്വർഗത്തിലെ ദൈവം നിന്റെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ കൂടെ നിൽക്കുന്ന ദൈവത്തെ അറിയാൻ, അനുഭവിക്കാൻ, ആ കരത്തിൻ്റെ ബലമൊന്ന് അനുഭവിക്കാൻ, ഒറ്റക്കാര്യം ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും നീതിയോടെ വിശ്വസ്തയോടെ ജീവിക്കുന്ന വ്യക്തിയായിട്ട് മാറാൻ ഈ രാത്രി സ്വർഗത്തിലെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ ശുശ്രൂഷ സ്വീകരിക്കുന്നത് നിങ്ങൾ എവിടെ ഇരുന്നാണോ? സ്നേഹമുള്ളവരെ, അവിടെ ഇരുന്ന് വിശ്വാസത്തോടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മെ നോക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചിരിക്കാം, എല്ലാ സ്വപ്നങ്ങളും തകർന്നു പോയിരിക്കാം.
ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ലെന്ന് ഒരുപക്ഷെ നീ ചിന്തിച്ചിട്ടുണ്ടാകാം. നീ തളരില്ല, തകർന്നു പോവില്ല. നീ തനിച്ചായി പോകാൻ ദൈവം സമ്മതിക്കില്ല. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിന്റെ കരം നമുക്ക് പിടിക്കാം. ആ ദൈവത്തിന്റെ കരസ്പർശനം അനുഭവിക്കാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ നീതിയോടെ വിശ്വസ്തയോടെയാണോ ദൈവമേൽപ്പിച്ച് എൻ്റെ ഈ ഭൂമിയിലെ ജീവിതം നാം ജീവിക്കുന്നതെന്നൊന്ന് പരിശോധിക്കാം. കർത്താവേ, സ്വർഗത്തിൽ നിന്ന് നീതിമാന്മാർക്ക് വേണ്ടി, വിശ്വസ്തനായ തൻ്റെ മക്കൾക്ക് വേണ്ടി തന്നെ ആശ്രയിക്കുകയും തന്നെ ആരാധിക്കുകയും തൻ്റെ അരികിലേക്ക് ഓടി വരികയും ചെയ്യുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ സമൃദ്ധി കൊണ്ട് ഞങ്ങളെ ഈ രാത്രി നിറയ്ക്കണേ കർത്താവേ. ഹൃദയം തുറന്ന് ജീവിതം കർത്താവിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഏകനാണെന്നോർത്തു നീ സ്വയേ തേങ്ങിത്തളരുമ്പോഴും കർത്താവേ, എന്റെ സ്നേഹപിതാവാം ഞാൻ കൂടെയുണ്ടല്ലോ. വിശ്വസിക്കാം സ്നേഹമുള്ളവരെ. ഏകയാണെന്നോർത്തു നീ തേങ്ങിത്തളരുമ്പോഴും നിന്റെ സ്നേഹപിതാവാം ഞാൻ കൂടെയുണ്ടല്ലോ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ജീവിതങ്ങളെ. ഉദരത്തിൽ ഉരുവാകും മുൻപു തന്നെ എൻ കുഞ്ഞെ നിന്നെ ഞാൻ അറിഞ്ഞീരും. തളർന്നു പോയവരെ ബലപ്പെടുത്തണേ കർത്താവേ. അമ്മ തന്നുദരത്തിൽ ഉരുവാകും മുൻപു തകർക്കപ്പെട്ടവരെ പണിതുയർത്തണേ. കുഞ്ഞെ നിന്നെ ഞാൻ അറിഞ്ഞിരുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. സ്വർഗത്തിന്റെ കരം നീട്ടണേ കർത്താവേ. ജീവിതത്തിന്റെ വഴിത്താരകളിൽ തളർന്നു പോയവരെ കരം പിടിച്ചുയർത്തണേ കർത്താവേ. ജീവിതത്തിന്റെ വഴികളിൽ അവിശ്വസ്തതയിലും മുറിവേറ്റവരെ സുഖപ്പെടുത്തണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, സ്വർഗത്തിലെ ദൈവമേ, സ്വർഗത്തിന്റെ കൃപ കൊണ്ട് ഈ ശുശ്രൂഷ സ്വീകരിക്കുന്ന എല്ലാവരെയും, ഇവരുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും തലമുറകളെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന.